പലപ്പോഴും എന്തെങ്കിലും കള്ളത്തരവും മണ്ടത്തരവും ഒക്കെ കാണിച്ച് രാഷ്ട്രീയ നേതാക്കൾ ക്യാമറയിൽ കുടുങ്ങുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജയ്പൂരിൽ നിന്നുള്ളൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. BJPയുടെ സേവാ പഖവാഡെ എന്ന ക്യാമ്പയിനിൽ നിന്നുള്ളൊരു വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ജയ്പൂരിലെ RUHS ആശുപത്രിയിലാണ് പ്രാദേശിക BJPയുടെ നേതൃത്വത്തിലുള്ള ഈ സാമൂഹിക സേവനം നടന്നത്. ഒരു BJP വനിതാ നേതാവ് ആശുപത്രിയിലെ കിടക്കയിൽ ഇരിക്കുന്ന രോഗിക്ക് ബിസ്ക്കറ്റ് നൽകുന്നതും ഫോട്ടോ എടുത്ത ഉടൻ തന്നെ ആ ബിസ്ക്കറ്റ് തിരികെ വാങ്ങുന്നതുമാണ് ആ വീഡിയോയിലുള്ളത്. വെറും 10 രൂപ വിലയുള്ളൊരു ബിസ്ക്കറ്റ് പാക്കറ്റാണ് ഇങ്ങനെ കൊടുത്തിട്ട് ആ നേതാവ് ഉടനെ തിരിച്ച് വാങ്ങിക്കുന്നത്. അതിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത്. ജനസേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പാർട്ടി പ്രവർത്തകർ ഫോട്ടോ എടുക്കാനും മാർക്കറ്റിംഗ് നടത്താനുമുള്ള അവസരമായി മാത്രം അതിനെ കാണുന്നു എന്നാണ് നിരവധി പേർ കമൻറ്റിൽ എഴുതിയത്. ഈ രീതിയിലാണെങ്കിൽ ഒരൊറ്റ പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് ആ ആശുപത്രിയിലുള്ളവരെ മുഴുവൻ ഊട്ടാം എന്നാണ് മറ്റുള്ളവരുടെ കമൻറ്റ്. ഷിയോപൂർ ഡിവിഷനിലെ വാർഡ് കോർഡിനേറ്റർ വീരേന്ദ്ര സിംഗ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ സ്വന്തം മണ്ഡലമായ സംഗനേർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് ഈ വീഡിയോയിൽ ഉള്ള പ്രാദേശിക വനിതാ നേതാവ്. BL ബൈർവ എന്ന ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു. ക്യാൻസർ അവയർനെസ് എന്ന ഹാഷ്ടാഗിലാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തത്. ഒരു ക്യാൻസർ രോഗിക്ക് 10 രൂപയുടെ ബിസ്ക്കറ്റ് നൽകി ഒരു ഫോട്ടോ എടുത്ത് പിന്നീട് ലജ്ജയില്ലാതെ അത് തിരികെ തട്ടിയെടുക്കുന്നു എന്ന ക്യാപ്ഷനും അദ്ദേഹം കൊടുത്തിരുന്നു. അതോടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. ഇല്ലാത്ത സേവനം ചെയ്ത് പേരെടുക്കാനുള്ള ശ്രമം പണ്ട് ഇവിടെയും നടന്നിരുന്നു. പ്രളയം വന്നപ്പോൾ ദുരന്ത ബാധിതരെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഒക്കെ രംഗത്തിറങ്ങിയിരുന്നു. അന്ന് ഉയർന്നു വന്ന ഒരു ആരോപണമാണ് ഒഴിഞ്ഞ ലോറി ടർപ്പായ കൊണ്ട് മൂടിക്കെട്ടി സേവാഭാരതിക്കാർ ദുരിതാശ്വാസ നാടകം കളിക്കുന്നു എന്നത്. ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് കാലി ലോറിയുമായി കറങ്ങി നടക്കുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. 3 പിക്കപ്പ് ലോറികൾ ചെങ്ങന്നൂരിലൂടെ കറങ്ങി നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൻ്റെ സഹായത്തോടെ അത് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഡ്രൈവർ പറഞ്ഞത് ഒരു ദിവസത്തിന് വണ്ടി വാടക 1200 രൂപയും അയാളുടെ കൂലി 800 രൂപയും ചേർത്ത് 2000 രൂപയ്ക്ക് ഓടുകയാണ് എന്നാണ്. ഡീസലൊക്കെ അവർ അടിച്ചു തരും, 5 ദിവസമായി ഇങ്ങനെ ഓട്ടം തുടങ്ങിയിട്ട്. ഇതുവരെ വണ്ടിയിലോട്ട് ഒരു സാധനവും കയറ്റുകയോ ഇറക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സാധനവും ഞങ്ങൾ മോഷ്ടിച്ചിട്ടുമില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രളയ സമയത്ത് സംഘവും സേവാഭാരതിയും ഒക്കെ ഒരുപാട് സഹായങ്ങളും ചെയ്തിരുന്നു. എന്നാൽ മറ്റുള്ള സംഘടനകളും പാർട്ടികളും വലിയ രീതിയിൽ സേവനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാകും ഈ ടർപ്പായ കൊണ്ട് മൂടിയ ലോറികൾ ഓടിച്ചത്. എന്നാൽ അതുകൊണ്ട് ആർക്കും വ്യക്തിപരമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുമില്ല. ഡ്രൈവർക്ക് എല്ലാ ദിവസവും അയാളുടെ പൈസ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ആ ഹോസ്പിറ്റലിൽ അസുഖബാധിതയായ ആ സ്ത്രീയുടെ കയ്യിലേക്ക് ഒരു ഭക്ഷണ സാധനം കൊടുത്തിട്ട് അത് തിരികെ വാങ്ങിക്കുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. എന്നാൽ കൂടെയുള്ള ആളുകളിൽ ചിലർ പഴവും ബിസ്ക്കറ്റും രോഗികൾക്ക് കൊടുക്കുന്നതും കാണാം. അവർ അത് തിരികെ വാങ്ങുന്നുമില്ല. ഈ വനിതാ നേതാവാണ് ബിസ്ക്കറ്റ് നൽകി ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിയത്.